Hello friends, welcome back to Technique Malayalam. In നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഡിവൈസ് വിവോന്റെ V സീരീസിലെ മറ്റൊരു ഡിവൈസ് ആണ്. അപ്പോൾ നമുക്കറിയാം വിവോന്റെ V സീരീസ് അത് ഒരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ ആണ്. എപ്പോഴും തന്നെ V സീരീസ് അടിപൊളി ക്യാമറാസ് ആണ് ഓഫർ ചെയ്യാറ്. മിക്കവാറും അത് 30,000 to 40,000 രൂപയുടെ ആ സെഗ്മെന്റിലാണ് കഴിഞ്ഞ ഒരു രണ്ട് ഐട്രേഷൻ ആയ ഫോൺസ് വന്നത്. അപ്പോൾ ഇത്തവണയും അതേ പ്രൈസ് ഒക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യാം ഏറെക്കുറെ. Vivo V29 സീരീസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിലെ ടോപ്പ് വേരിയന്റ് ആയ Vivo V29 Pro ആണ് നമ്മുടെ കയ്യിലുള്ളത്. Vivo V29 വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ Vivo V29 Pro ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അതിനുമുമ്പായിട്ട് V സീരീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ സെൻട്രിക് ഡിവൈസാണ്. ഇത്തവണ നല്ല ക്യാമറ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ഇത്തവണ ഒരു ടെലിഫോട്ടോ പോർട്രേറ്റ് ലെൻസും ഉണ്ട് എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. അപ്പോൾ Vivo V29 Proൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ബോക്സ് പാക്കേജ് വേണം. ഇവിടെ ഈ സർക്കുലർ ലൈറ്റ് എന്താ വെച്ചാൽ ആ ഓറ എന്താ പറയുക പോർട്രേറ്റിനുള്ള ആ ലൈറ്റിൻ്റെ ഡിനോട്ട് ചെയ്യാനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. Vivo V29 Pro കാണാം. പിന്നെ ബോക്സിൻ്റെ ബാക്കിൽ സാർ വാല്യൂണ്ട് 1.17 ഹെഡ് സാറ്, 0.77 ബോഡി സാറ്, പിന്നെ 5G ബാൻഡ്സ് എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. 12GB റാമോ 256GB സ്റ്റോറേജ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു 8GB റാം വേരിയൻറ്റും കൂടി ഉണ്ട്. ബ്ലൂ കളറാണ്, ഹിമാലയൻ ബ്ലൂ എന്നാണ് കളറിൻ്റെ പേര്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. പ്രോബ്ലി ഒരു 40,000 റുപ്പീസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ 12 + 256GB എന്ന് എഴുതിയതാണ്. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഫോണാണ് നമ്മൾ കാണുന്നത്. ഫോണൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ വരുന്ന കേസ് ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ്. പിന്നെ മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ. അതിനകത്ത് 2 സിം കാർഡ് സപ്പോർട്ടാണ് വരുന്നത്. പിന്നെ ഒരു ചാർജിങ് കേബിൾ, USB Type-C ചാർജിങ് കേബിൾ, ഒരു സിം ഇജക്റ്റർ പിന്ന്. അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു 80 വാട്ട് അഡാപ്റ്ററാണ്. ഇതാണ് സ്റ്റാൻഡേർഡ് വിവോൻ്റെ ഫ്ലാഷ് ചാർജ് 80 വാട്ട് അഡാപ്റ്ററാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് വളരെ ക്വിക്കായിട്ട് ഡിവൈസിലേക്കൊന്ന് പോകാം. അപ്പോൾ ഇതാണ് Vivo V29 Pro. അപ്പോൾ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് ഉണ്ടോ, നല്ല ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു സ്ക്വയറിഷ് റെക്റ്റാങ്കിൾ ലേ ഔട്ട് ഉണ്ട്. ഇതിനകത്താണ് ക്യാമറ വരുന്നത്. ഇതിനകത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇത്തവണ വരുന്നത്. ഞാൻ ക്യാമറ ഏതൊക്കെയാണെന്ന് പറയാം. അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ഓറ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, ഒരു സർക്കുലർ ലൈറ്റ്. അത് എന്താ നമുക്ക് ഓറ പോർട്രേറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് എന്ന് വെച്ചാൽ നമ്മുടെ ഫേഷ്യൽ ടോൺസും അതേപോലെ ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ആണെങ്കിൽ ലോ ലൈറ്റിലുള്ള അതൊക്കെ അനുസരിച്ചാണ് ഈ ഫ്ലാഷ് ലൈറ്റ് ഓറ ലൈറ്റ് ചേഞ്ച് ആവുന്നത്. പിന്നെ ഇതിനകത്ത് ബാക്കിൽ ഗ്ലാസ് ആണ്. ഒരു വിവോൻ്റെ ബ്രാൻഡിങ് ആണ്. നല്ലൊരു ഫിനിഷ് ഉണ്ട്. ഒരു പാറ്റേൺ നല്ല അടിപൊളി പാറ്റേൺ ആയിട്ട് വളരെ ക്ലോസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ആ പാറ്റേൺ കണ്ടില്ലേ, നല്ല ഒരു പാറ്റേൺ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വിവോൻ്റെ ബ്രാൻഡിങ് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, അതേപോലെ ഫുൾ നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിൽ പവർ ആൻഡ് വോളിയം കീസ്. ഇപ്പുറത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. മുകൾ ഭാഗത്തും ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. പോർട്രേറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ കാണാം. പിന്നെ താഴത്ത് സിം ട്രേ, USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. പിന്നെ കേർവ് ഡിസ്പ്ലേ ആണ്. ഫ്രണ്ടിൽ കേർവ് ഡിസ്പ്ലേ ഉണ്ട്. പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്. നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ്. അതേപോലെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വിവോൻ്റെ എല്ലാ V സീരീസ് ഫോൺസും പൊതുവെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. ഇൻഫാക്ട് ഈവൻ T സീരീസ് ഇപ്പോൾ അടുത്തിറങ്ങിയ Vivo T2 Pro തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആയിരുന്നു. അതിന് മുമ്പ് ഇറങ്ങിയ Vivo V29e അതും സ്റ്റൈലിഷ് ലുക്കിംഗ് ആയിരുന്നു. അപ്പോൾ സ്റ്റൈൽ ആൻഡ് ക്യാമറ ആണ് Vivo V സീരീസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്തവണയും തന്നെ നല്ലൊരു അടിപൊളി സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാണ് വരുന്നത്. ക്യാമറയെ കുറിച്ച് വിശദമായി പറയാം. പിന്നെ ഇതിൻ്റെ ഫോം ഫാക്ടറിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് വെയിറ്റ് വരുന്നത് അറൗണ്ട് 188 grams ആണ്. 7.46 mm ആണ് തിക്നെസ് വരുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല സ്ലിം ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഡിവൈസാണ്. അത്രയ്ക്ക് ഒരു ഹെവി എന്നല്ല, എങ്കിലും ഗ്ലാസ് ഫിനിഷാണ്. അപ്പോൾ നല്ല ഒരു സോളിഡ് മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പാറ്റേൺ ഞാൻ പറഞ്ഞില്ല, അടിപൊളി ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ബ്ലൂ കളർ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ബ്ലൂ കളറാണ് വരുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റൈലിൻ്റെയും ഡിസൈൻ്റെ ആസ്പെക്റ്റ് പറയുക. നമുക്ക് അടുത്ത ഡിസ്പ്ലേയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. പിന്നെ കേർവ് ഡിസ്പ്ലേ ആണ്. ഇതൊരു പ്രൊട്ടക്ഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം വിവോൻ്റെ AMOLED പാനൽസ് ഡെഫിനറ്റ്ലി നല്ലതാണ് വരാറ്. അപ്പോൾ ഇത്തവണ തന്നെ നല്ല ഒരു AMOLED പാനലാണ് കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ട്രാൻസിഷനാണ്. പിന്നെ മൂവീസൊക്കെ വാച്ച് ചെയ്യാനൊക്കെ വളരെ നല്ല ഒരു ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. വ്യൂയിങ് ആംഗിൾസും നല്ലതാണ്. അതേപോലെ ബ്രൈറ്റ്നസ് ലെവൽസും നല്ലൊരു വിവിഡാണ്. അതേപോലെ കളേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു വിവിഡ് പാനലാണ് നമ്മൾ ഡെഫിനറ്റ്ലി പറയാം. പിന്നെ എസ്പെഷ്യലി മൂവീസൊക്കെ വാച്ച് ചെയ്യാനാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കർവ് ഡിസ്പ്ലേ ആണ്. ബെസൽസും കണ്ടില്ലേ, അത്യാവശ്യം മിനിമൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബെസൽസ് കാര്യമായി അധികമൊന്നും ഉണ്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. ഡെഫിനറ്റ്ലി ഇത് നമുക്ക് പറയാൻ സാധിക്കും.
ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ സോഫ്റ്റ്വെയർ നമുക്കറിയാം വിവോൻ്റെ ഫൺ ടച്ച് OS ആണ് വിവോൻ്റെ എല്ലാ ഡിവൈസും പവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണയും തന്നെ ഫൺ ടച്ച് OS ആണ്. ഫൺ ടച്ച് OS 13 ആണ്, ആൻഡ്രോയിഡ് 13 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. ഇനി വിവോൻ്റെ ഫൺ ടച്ച് OS 14 ആക്ച്വലി വരുന്നുണ്ട്. അപ്പോൾ അതും പ്രോബ്ലി ഇതിനകത്ത് കിട്ടും. കാരണം വിവോ V സീരീസ് ഒബ്വിയസ്ലി അപ്ഗ്രേഡ്സ് കിട്ടുന്നതാണ്. ഇതിനകത്ത് എത്ര വർഷത്തെ അപ്ഗ്രേഡ്സ് ആണെന്ന് ഇതുവരെ വിവോ പറഞ്ഞിട്ടില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു വിവോ പൊതുവേ അപ്ഡേറ്റ്സ് ഒക്കെ തരാറുണ്ട്. അപ്പോൾ പ്രോബ്ലി 2 വർഷമൊക്കെ കിട്ടേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ആൻഡ്രോയിഡ് 13 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ UI ഒന്ന് ജസ്റ്റ് ഒന്ന് വളരെ ക്വിക്കായിട്ട് നോക്കാം. അപ്പോൾ UI എക്സ്പീരിയൻസ് കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മളിവിടെ കണ്ടില്ലേ റെഗുലർലി വരുന്ന UI എക്സ്പീരിയൻസ് ആണ്. എബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഫൺ ടച്ച് OS Vivo V29 Pro, Dimensity 8200 ആണ് ചിപ്പ്, 12 GB റാമും 13 ആണ് ആൻഡ്രോയിഡ് വേർഷൻ, 256 GB സ്റ്റോറേജുമാണ് വരുന്നത്. പിന്നെ നമുക്ക് എല്ലാ ഓപ്ഷൻസും കിട്ടുന്നുണ്ട്. അൾട്രാ ഗെയിം മോഡ്, അതേപോലെ നമുക്ക് കസ്റ്റമൈസേഷൻ ആണെങ്കിൽ ഡൈനാമിക് എഫക്ട്സ് ഉണ്ട് കണ്ടില്ലേ, എല്ലാത്തിനുള്ള ഓപ്ഷൻസ്, ഫിംഗർ പ്രിൻറ്റ് ആനിമേഷൻ, ആംബിയൻ ലൈറ്റ് എഫക്റ്റ്, ചാർജിങ് എഫക്റ്റ്, അങ്ങനെ കുറേ എഫക്ട്സ് ഉണ്ട്. പിന്നെ ലോക്ക് സ്ക്രീൻ ആൻഡ് വാൾപേപ്പർ കസ്റ്റമൈസേഷൻ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, സിമ്പിൾ മോഡ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊന്നും കോംപ്രമൈസ് ഒന്നുമില്ല, നല്ല ഒരു UI എക്സ്പീരിയൻസ് ആണ്. ഇനി ബ്ലോട്ട്വേഴ്സിൻ്റെ സീൻ നോക്കുകയാണെങ്കിൽ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് ഉണ്ട്, പിന്നെ ലിങ്ക്ഡിൻ, നെറ്റ്ഫ്ലിക്സ്, ഫോൺ പേ, പിന്നെ കുറച്ച് ആപ്സും കൂടി ഇൻസ്റ്റാൾഡ് ആണ്. ഇതൊക്കെ സ്പോട്ടിഫൈ ഉണ്ട്. വലിയ സീനില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും കുറച്ച് ആപ്സ് ഡെഫിനറ്റ്ലി ഇതിനകത്തുണ്ട്. കുറച്ച് കുറവാണ്, റിലേറ്റീവ്ലി കുറവാണെന്ന് പറയാം. അപ്പോൾ മറ്റ് ബ്രാൻഡിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ്, എങ്കിലും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് UI വരുന്നതെങ്കിലും ഫൺ ടച്ച് OS 14 എനിക്ക് ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കുക എന്നുള്ളത്. കാരണം ഈ UI കണ്ട് നമ്മൾ ആക്ച്വലി കഴിഞ്ഞ 2 വർഷമായിട്ട് കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഫൺ ടച്ച് OSൽ വന്നിട്ടില്ല. സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും അത് കുറച്ചൊരു ചേഞ്ച് വരേണ്ട അത്യാവശ്യമാണ്. ഞാൻ വിചാരിക്കുന്നത് ഫൺ ടച്ച് OS 14 കുറച്ചും കൂടെ ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെൻറ്റ് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. Dimensity 8200 ആണ് ഇത് പവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു ചിപ്പാണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റ് വേർത്താണോ എന്ന് വെച്ചാൽ പ്രോബ്ലി അല്ല. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ Dimensity 9000 സീരീസ് വരുന്നുണ്ട്. അപ്പോൾ ആ പ്രൈസ് സെഗ്മെൻറ്റ് വേർത്തല്ല എങ്കിലും ഇത് ക്യാമറ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ക്യാമറ സെൻട്രിക് ഡിവൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോസസ്സർ ഭയങ്കര അടിപൊളി വന്നോളുന്നില്ല. ഇതിൽ ക്യാമറയ്ക്കാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഡിസ്പ്ലേയും സ്റ്റൈലും അങ്ങനത്തെ കാര്യത്തിനാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. പെർഫോമൻസ് ആണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ വേറെ ഡിവൈസസ് ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ഒക്കെ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഇത്രയും നല്ല ക്യാമറ കിട്ടിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും സ്റ്റൈലിഷ് ലുക്കിംഗ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ ഒരു Dimensity 8000 കൊണ്ട് ഞാൻ പറയുമ്പോൾ അത്യാവശ്യം നല്ല പ്രോസസ്സറാണ് കേട്ടോ, കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രോസസ്സറാണ്, വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ 12 GB റാമും 256 GB സ്റ്റോറേജും അപ് ടു മാക്സിമം വരുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. നമുക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ എല്ലാം തന്നെ മികച്ചതാണ് വരുന്നത്. പിന്നെ കോൾ ക്വാളിറ്റീൻ്റെ കാര്യത്തിലും എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. 5G സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല, നല്ലൊരു എക്സ്പീരിയൻസ്. പെർഫോമൻസ് ഞാൻ കൂടുതൽ ടെസ്റ്റ് ചെയ്ത് പറയാം. ഗെയിമിങ്ങിനൊക്കെ Dimensity 8200 അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് കൂടെ തരുന്നതാണ്. അപ്പോൾ അതിലൊന്നും എനിക്ക് ഇഷ്യൂ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് വിശദമായി പറയാം. അപ്പോൾ പെർഫോമൻസും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കുഴപ്പമില്ല എന്ന് പറയാം. ഇനി ഇതിൻ്റെ ക്യാമറയാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്ട്, അതിലേക്ക് പോകാം. നമ്മൾ ക്യാമറയിൽ വരുന്നത് നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് എഴുതി കാണാം ഓറ ലൈറ്റ് OIS പോർട്രേറ്റ് നമ്മുടെ എഴുതിയതാണ് കണ്ടില്ല, ഓറ ലൈറ്റ്. ഇതാണ് ഓറ ലൈറ്റ്. ഇത് റെഗുലർ LED ആണ്, ഇത് ഓറ ലൈറ്റ് ആണ്, പോർട്രേറ്റിന് വേണ്ടിയിട്ടുള്ള ഓറ ലൈറ്റ് ആണ്. പിന്നെ നമുക്കിവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഒരു പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞാൽ 50 മെഗാപിക്സൽ സോണി സെൻസറാണ് വരുന്നത്. എന്താ പറയുക, OIS ഉണ്ട്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പിന്നെ 12 മെഗാപിക്സൽ പോർട്രേറ്റ് ലെൻസ് ഉണ്ട്. അതിന് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ 8 മെഗാപിക്സൽ അൾട്രാ വൈഡും ആണ് വരുന്നത്. അങ്ങനെ 3 ക്യാമറയാണ്. റിയർ ക്യാമറയിൽ f1.88 ആണ് അപ്പേച്ചർ, പോർട്രേറ്റ് ലെൻസിന് 1.98 ആണ് അപ്പേച്ചർ, വൈഡ് ആംഗിളിൽ f2.2 അപ്പേച്ചറും, ഫ്രണ്ട് ക്യാമറ അതായത് 50 മെഗാപിക്സൽ ഐ ഓട്ടോ ഫോക്കസ് ക്യാമറയ്ക്ക് അറൗണ്ട് f2.0 ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇതുണ്ടല്ലേ പോർട്രേറ്റ് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്, പോർട്രേറ്റ് ആണ് വരുന്നത്. പിന്നെ ക്യാമറ UIയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പോർട്രേറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് സ്റ്റൈൽ കണ്ടോ, വെഡിങ്, ലോ ലൈറ്റ്, അപ്പോൾ കണ്ടോ ഓറ ലൈറ്റ് ടേൺ ഓൺ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഇതാണ് ഓറ ലൈറ്റ്. അത് ഓരോ മോഡിനനുസരിച്ച് മാറും. ഇവിടെ നമുക്ക് കണ്ടില്ലേ ലോ ലൈറ്റ് പോർട്രേറ്റ് ആകുമ്പോൾ ഓറ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ടേൺ ഓൺ ചെയ്യും. അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം സ്റ്റൈൽസ് ആൻഡ് ഫിൽറ്റേഴ്സിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ഓറ ലൈറ്റ് പോർട്രേറ്റ്. പിന്നെ അൾട്രാവൈഡും ടെലിഫോട്ടോ ഉണ്ട്. ടെലിഫോട്ടോ 2x ആണ് സപ്പോർട്ട് ചെയ്യുന്നത്, അത് പോർട്രേറ്റ്സിലാണ്. ഇപ്പോൾ പോർട്രേറ്റ് എടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലേ ബൈ ഡീഫോൾട്ട് 2xലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക 1x എടുക്കാം കേട്ടോ പോർട്രേറ്റ്, പക്ഷേ പോർട്രേറ്റ് 2x എടുക്കണമായിരിക്കും നല്ലത്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് 4K 60 FPS വരെ സപ്പോർട്ടഡ് ആണ്. അതല്ലേ 4K 60 FPS നിങ്ങൾക്ക് കിട്ടും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്, ഫ്രണ്ട് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് 4K 60 FPS കിട്ടും എന്നുള്ളതാണ്. അതൊരു കിടിലം ഫീച്ചർ അല്ലേ. ഫ്രണ്ട് ക്യാമറയിൽ 4K 60 FPS തരുന്ന എത്ര ഫോൺസ് ഉണ്ട് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. അതിനൊപ്പം തന്നെ നമുക്കിവിടെ ഉണ്ട് അൾട്രാവൈഡും എന്താ പറയുക
സൂമും ചെയ്യാവുന്ന 50 മെഗാ പിക്സൽ സെൻസറാണ്. ഇത് ആക്ച്വലി സെയിം സെൻസറാണ്, സെയിം ലെൻസാണ്, പക്ഷെ അത് വൈഡായിട്ട് സൂം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. എങ്കിലും അങ്ങനത്തെ ഒരു ഫീച്ചർ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള. അപ്പോൾ ക്യാമറേൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് ഡെഫിനറ്റ്ലി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ക്യാമറ സാമ്പിൾസിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തായിരുന്നു, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുക, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ക്യാമറ സാമ്പിൾസും കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് Vivo V29 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ക്യാമറ, ഞാൻ ഡീറ്റെയിൽഡായി ടെസ്റ്റ് ചെയ്ത് പറയാമെങ്കിലും ഫസ്റ്റ് ഇംപ്രഷൻസിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നല്ല പോർട്രേറ്റ്സ്, നല്ല ഡേ ലൈറ്റ്സ്. ഒബ്വിയസ്ലി വിവോൻ്റെ അൽഗോരിതം കുറച്ച് എന്താ പറയുക, കളേഴ്സൊക്കെ കുറച്ച് വിവിഡ് ആക്കണ, കുറച്ച് ചെറിയ രീതിയിൽ സാച്ചുറേഷൻ ഒക്കെ ഉണ്ട്. എങ്കിലും തന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് സെഗ്മെന്റിൽ ആരും തന്നെ അത്ര വലിയൊരു ഇഷ്യൂ ആക്കാൻ ചാൻസ് ഇല്ല. കാരണം എല്ലാവർക്കും തന്നെ വിവിഡ്, സോഷ്യൽ ഷെയറിങ്ങിനൊക്കെ വളരെ വിവിഡായ ഇമേജസ് ആണ് ഇഷ്ടം. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ Vivo V29 Pro നല്ലൊരു ക്യാമറ സെറ്റപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് 4600 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതെനിക്കൊന്ന് കുറച്ചൊന്ന് കുറവാണ്, 4800 കൊടുക്കേണ്ടതായിരുന്നു. 4600 mAh ബാറ്ററി ഉള്ളൂ, പക്ഷേ 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. എഗെയിൻ 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ് എനിക്ക് തോന്നുന്നു അറൗണ്ട് 45 to 50 മിനിറ്റ്സ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്തെടുക്കാം. പക്ഷേ 4600 കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഒരു 5000 ഒക്കെ കൊടുക്കാം, അല്ലെങ്കിൽ 4800 എങ്കിലും കൊടുക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബാറ്ററി ലൈഫ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇനീഷ്യൽ ഇംപ്രഷനിൽ എനിക്കൊന്ന് കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫാണ്. ഒരു ആവറേജ് 1 ഡേക്ക് ഈസിലി ലാസ്റ്റ് ചെയ്യും. ഞാൻ 1-2 ദിവസമായിട്ടുള്ള ഫുൾ ടെസ്റ്റിംഗ് തുടങ്ങിയിട്ട്. ഫോൺ ആക്ച്വലി എനിക്ക് കിട്ടിയിട്ട് ഒരു ആഴ്ചയിലേറെയായി, പക്ഷേ ഞാൻ ഫുൾ ബാറ്ററി ടെസ്റ്റിംഗ് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം എനിക്കൊരു വേർഡിക്റ്റ് പറയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ Vivo V സീരീസിൽ പൊതുവേ നല്ലൊരു ബാറ്ററി ലൈഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെയും നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടു എന്ന് വെച്ചാൽ ഇതിനകത്ത് സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഇതിന് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല എന്നുള്ളതാണ് വേറൊരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്ട് എന്ന് പറയാവുന്നത്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഡെഫിനറ്റ്ലി സ്റ്റീരിയോ സ്പീക്കേഴ്സ് വേണ്ടതാണ്, പക്ഷേ ഇത്തവണ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് വേറൊരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്ട് പറയാനുള്ളത്. ബാക്കിയെല്ലാം കൊണ്ടും തന്നെ നല്ലൊരു പ്രീമിയം എക്സ്പീരിയൻസ് ആണ്. ഡിസ്പ്ലേ ആണെങ്കിലും സ്റ്റൈൽ ഫാക്ടർ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കൊള്ളാം, ഡീസൻറ്റ് പെർഫോമൻസും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതാണ്. പക്ഷേ ഇതിനകത്ത് 1-2 പോരായ്മകൾ എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ അത്രയ്ക്ക് പവർഫുൾ അല്ല. രണ്ടാമത്തത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല എന്നുള്ളതാണ്. അതാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ കൂടുതൽ ടെസ്റ്റ് ചെയ്ത് പറയാം ബാക്കി എന്തൊക്കെയാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളത്. അപ്പോൾ ഇതായിരുന്നു Vivo V29 Proൻ്റെ ഡീറ്റെയിൽ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.